ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു മന്തിയായിട്ട് ഉണ്ടാക്കുന്നത് കുക്കർ മന്തിയാണ്. ഈ മന്തി ഉണ്ടാക്കാനുള്ളതിലേക്ക് വരാനുള്ള കാരണം എന്താ അറിയോ? ഞാനിപ്പോൾ ഏകദേശം ചെന്നൈയിൽ വന്നിട്ട് ഒരു മാസമായി. ഈ ഒരു മാസമായിട്ട് മന്തി തിന്നിട്ടില്ല. എനിക്കാണെങ്കിൽ മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിന്ന് മന്തി തിന്നാൻ ഭയങ്കര പൂതി. അപ്പം ഏതായാലും നമ്മൾ റൂമിൽ തന്നെ ഉണ്ടാക്കുക വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് ഞാൻ ഈ മന്തിക്കുള്ള മസാലകളാണ് കണ്ടില്ല സംഭവങ്ങളൊക്കെ അതൊക്കെ യൂസ് ചെയ്തൊരു മസാല ഉണ്ടാക്കി. ആ മസാല എന്താ വെച്ചാൽ ഓൾ സ്പൈസസ് ഇല്ലേ, അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാക്കാരോ അങ്ങനെ വെച്ചാൽ മസാല ഉണ്ടാക്കിയത്. പിന്നെ അപ്പോഴത്തേന് ചിക്കനൊക്കെ കായം തേച്ച് ചിക്കനക്ക് ഞാൻ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതേപോലെ ഈ നമ്മൾ പൊടിച്ച പൊടി ഉണ്ടല്ലോ അതുമിട്ട്, പിന്നെ തീ കളറും ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒത്തിരി ഓയിൽ ഒഴിച്ചു, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അപ്പോഴത്തേന് ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേതിൽ ഞാൻ റൈസിനുള്ള വെള്ളം വെച്ച് അയക്കും ഈ സംഭവങ്ങളൊക്കെ ഇട്ട് ഓൾ സ്പൈസസ് എല്ലാം ഇട്ട്, പിന്നെ എൻ്റെ അടുത്ത് ആ കറുത്ത നാരങ്ങയില്ലേ, അതിന് പകരം മറ്റേ നാരങ്ങൻ്റെ ഒരു പീസും ഇട്ട്, പിന്നെ ഞാൻ പൊടിച്ച് വെച്ച പൊടിയില്ലേ അതും കുറച്ചിട്ടതിന് ശേഷം കുറച്ച് മല്ലിയും, പിന്നെ അപ്പോഴത്തേന് വെള്ളം തിളച്ച് വന്നു. റൈസൊക്കെ കേക്കി വെച്ചിട്ട് വെള്ളം ഊറ്റണമല്ലോ, ഊറ്റിൻ്റെ ശേഷമാണ് ഇത് തീക്കിടുന്നത്. അങ്ങനെ അരിയൊക്കെ ഇട്ട് പിന്നെ എന്ത് ചെയ്ത്, പിന്നെ അതിലേക്ക് കുറച്ച് മല്ലി ഉണ്ടല്ലോ അത് മേലെ കുറച്ച് വിതറി, പിന്നെ ആ പൊടിച്ച് വെച്ച ഓൾ സ്പൈസസിൻ്റെ പൗഡറും കുറച്ച് ഇട്ട് കൊടുത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. നമ്മൾ ഇട്ട് കൊടുത്തതിന് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഇത് ഹാഫ് വേവേ പാടുള്ളൂ, അതെല്ലാവർക്കും അറിയണ തന്നെയാണ്. ഇപ്പോൾ മന്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിമ്പിൾ പരിപാടി എന്തോ എനിക്ക് അറിഞ്ഞിട്ടല്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്. ആരും വിശ്വസിച്ചോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറേ വീഡിയോ കണ്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഭവം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അങ്ങനെ റൈസ് വന്നതിൻ്റെ ശേഷം ഞാൻ ഈ കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നത്. കുക്കറിൽ വെച്ച് പിന്നെ അതിൻ്റെ മേലെ ക്യാപ്സിക്കം ഉണ്ടല്ലോ അതിട്ട്, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഓരോ സെറ്റാക്കിയാണ് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കളറിന് കളർ പൗഡർ കുറച്ച് കലക്കി, പിന്നെ മഞ്ഞ കളറിന് കുറച്ച് മഞ്ഞപ്പൊടിയും കലക്കിക്കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മേലെ കുറച്ച് 2-3 പച്ചമുളകും, പിന്നെ കുരുമുളക് ഇട്ട് മൂടി വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. പിന്നെ അപ്പോഴത്തെ ഞാൻ മയോണൈസും പിന്നെ അതിലേക്കുള്ള മറ്റേ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കി. അതൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ. അത് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കിയത്. അത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ റൈസ് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഓട്ടപാത്രത്തൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ചിക്കൻ സെപ്പറേറ്റ് ആക്കി വെച്ചാൽ എന്താ വെച്ചാൽ കുറച്ച് മസാല തേച്ചിട്ടുണ്ട്. ഒത്തിരി മുളക് പൊടി മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, കുറച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഓരോന്ന് സെറ്റാക്കി, പിന്നെ എല്ലാവർക്കും അറിയണ പോലെ തന്നെയല്ലേ മയോണൈസും കെച്ചപ്പും ആ ഒത്തിരി ചിക്കനും കൂട്ടി തിന്നാൻ എൻ്റെ അമ്മ എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, ഇതുവരെ മന്തി ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഞാനും ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും റൈസൊക്കെ നല്ലോണം വിട്ട് നിൽക്കുന്നത്. പിന്നെ അതേപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ഉണ്ട്. ആകെ ഒരു വിസിലേ വന്നിട്ടുള്ളൂ, നിങ്ങൾ കൂടിയിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് നല്ല വന്നത്. അപ്പോൾ എപ്പോഴും പുറത്തത്തെ ഇതല്ലേ ടേസ്റ്റ് ചെയ്യുക, ഉണ്ടാക്കണമല്ലുണ്ടാവും. പക്ഷേ എൻ്റെ പോലെ ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.